ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. തക്താൽ പാൻ കാർഡ് വന്നിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വീണ്ടും സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. അതിന്റെ ലേറ്റസ്റ്റ് പ്രോസസ്സ് ഞാൻ ഇന്ന് പറഞ്ഞുതരും. ഇപ്പോൾ വന്നിട്ട് അതിന്റെ രീതികളും പോർട്ടലും ഇപ്പൊ ചേഞ്ച് ആയിരിക്കുകയാണ്. അതുകൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ഓക്കെ, വരൂ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം സെർച്ച് ചെയ്യുക ഇൻകം ടാക്സ്. സെർച്ച് ചെയ്തതിനു ശേഷം ഇവിടെ ഫസ്റ്റിൽ കാണുന്ന ഒഫീഷ്യൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയി വരുമ്പോൾ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ഇൻസ്റ്റന്റ് ഇ പാൻ. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഓപ്പൺ ആയി വരുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനുകൾ കാണിക്കും. ഒന്ന് വന്നിട്ട് ഗെറ്റ് ന്യൂ ഇ പാൻ. ഇതിലൂടെ നമുക്കൊരു പുതിയ ഇ പാൻ അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ഇതിൽ എന്താണ് നല്ല കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ₹1 പേ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇവിടെ ഫുൾ ആയിട്ട് ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കഴിയുന്നതാണ്. ഇതിന്റെ വാല്യൂ വന്നിട്ട് നിങ്ങളെ ഫിസിക്കൽ പാൻ കാർഡിൽ എത്രയാണ് വാല്യൂ ഉണ്ടോ ആ വാല്യൂ തന്നെ ഇതിലും കാണും. അഥവാ നിങ്ങൾക്ക് ഫിസിക്കൽ പാൻ കാർഡിന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതും നമുക്ക് ഓർഡർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി വെറും ₹50 ചെലവാകും. അതിന്റെ പ്രോസസ്സ് ഞാൻ ഫ്രണ്ടിലോട്ട് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങളെ ആധാർ കാർഡ് ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറാണ് ഇവിടെ ആവശ്യമുള്ളത്. അപ്പോൾ തന്നെ ഈ ഒരു പാൻ കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ ഈ പ്രോസസ്സ് വന്നിട്ട് ഇപ്പം ഗവൺമെന്റ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, 1 ഏപ്രിൽ മുതൽ പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യേണ്ട പ്രോസസ്സ് എല്ലാം ഫുൾ ആയിട്ട് ചേഞ്ച് ആയിരിക്കുകയാണ്. അഥവാ നിങ്ങളെ പാൻ കാർഡ് വന്നിട്ട് 24 മണിക്കൂറിൽ ക്രിയേറ്റ് ചെയ്ത് ജനറേറ്റ് ആയി വന്നിട്ടില്ലെങ്കിൽ അപ്പോൾ ആ കേസിൽ നിങ്ങൾ വന്നിട്ട് നോർമൽ NSDL അതോ UTI പോർട്ടലിലൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. അതിനുവേണ്ടി നമുക്ക് ഗെറ്റ് ന്യൂ ഇ പാൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇനി ഇവിടെ നമ്മളോട് ഫസ്റ്റ് ചോദിക്കുന്നുണ്ട് ആധാർ നമ്പർ. നമ്മൾ ആധാർ നമ്പർ ഫുൾ ആയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐ കൺഫേം ഡേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ വരെ അതിനെ സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ ഐ ഹാവ് റീഡ് ദ കൺസേൺ ഈ ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജനറേറ്റ് ആധാർ OTP ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ആധാർ കാർഡിൽ ഏതാണ് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മൊബൈൽ നമ്പറിൽ ഒരു OTP പോയിട്ടുണ്ടാകും. ആ OTP നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഐ അഗ്രി ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആധാർ കാർഡിൽ എന്തൊക്കെ ഡാറ്റാസ് ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെ നമുക്ക് ഫിച്ചായി കാണിക്കും. ഇവിടെ കാണുമ്പോൾ നമ്മൾ ഫോട്ടോ കാണിക്കും, പേര് കാണിക്കും, അതിന്റെ കൂടെ നമ്മൾ അഡ്രസ്സ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ ആധാർ കാർഡിൽ നേരത്തെ ഇമെയിൽ ID കൊടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ ഇമെയിൽ ID കാണിക്കാത്തത്. ഇവിടെ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇമെയിൽ ID ഇപ്പൊ തന്നെ ലിങ്ക് ചെയ്യാനും പറ്റും. എന്ന് വെച്ചാൽ നേരത്തെ ആധാർ കാർഡിൽ ഇമെയിൽ ID ഇല്ലെങ്കിലും നമ്മളെ പാൻ കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പൊ തന്നെ കൊടുക്കാൻ പറ്റും. സോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലിങ്ക് ഇമെയിൽ ID ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. സോ ഇവിടെ നമ്മളുടെ ഇമെയിൽ ID ചോദിക്കുന്നുണ്ടാകും. ഇവിടെ നമുക്ക് ഇമെയിൽ ID കൊടുക്കാം. അതിനുശേഷം സെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളെ ഫോണിൽ ഒരു വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് OTP വന്നിട്ടുണ്ടാകും. ആ OTP നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ടാകും. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ മാനുവലി ഫിൽ ചെയ്ത് കൊടുക്കണം. ഇതിൽ ഫസ്റ്റ് അച്ഛന്റെ പേര്. പക്ഷേ ഞാൻ ഇനിയൊരു കാര്യം പറഞ്ഞുതരാം. അതേപോലെ മനസ്സിൽ ചില സംശയങ്ങൾ കാണും. ഏതാണെന്ന് വെച്ചാൽ അഥവാ പാൻ കാർഡ് വന്നിട്ട് ഏതെങ്കിലും മാരീഡ് വുമന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവരെ ഹസ്ബൻഡിന്റെ പേര് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. പാൻ കാർഡിൽ എപ്പോഴും അച്ഛന്റെ പേര് തന്നെ ഉണ്ടാകണം. അഥവാ മാരീഡ് ആയാലും അൺമാരീഡ് ആയാലും ഇവിടെ നിങ്ങളെ മാരിറ്റൽ സ്റ്റേറ്റസിൽ ഒരു പ്രയോജനം കാണൂല. ആധാർ കാർഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ പാൻ കാർഡിൽ നിങ്ങൾക്ക് അച്ഛന്റെ പേര് മാത്രം തന്നെ കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ അച്ഛന്റെ പേര് ഫിൽ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്തിൽ വരുമ്പോൾ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കാലണ്ടറിലൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇവിടെ നിങ്ങൾ കാണുമ്പോൾ പുതിയ പ്രോസസ്സിന്റെ അകത്ത് നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ പാൻ കാർഡ് വന്നിട്ട് ആധാർ കാർഡിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പം ഗവൺമെന്റ് വന്നിട്ട് 1 ഏപ്രിൽ മുതൽ കുറെ ചേഞ്ചസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ കുറച്ച് ദിവസത്തെ ഈ പോർട്ടലിൽ നിന്ന് പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കണം. എന്ന് വെച്ചാൽ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഒരു പ്രൂഫ് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. ഇത് റിലേറ്റഡ് ആയിട്ട് ഏതാണ് ഡോക്യുമെന്റ് നിങ്ങളെ കയ്യിലുണ്ടോ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കണം. അത് ഏതൊക്കെ നമുക്ക് ഇവിടെ കാണാം. അഥവാ നിങ്ങളെ കയ്യിൽ ഹൈസ്കൂളിന്റെ മാർക്ക്ഷീറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് വോട്ടർ ID കാർഡ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാൻ പറ്റും. അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാൻ പറ്റും. അതിനുശേഷം ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും നല്ല കാര്യമാണ്. അഥവാ നിങ്ങളിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ മറ്റേ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. പക്ഷേ ഏതാണ് ഡോക്യുമെന്റ് നിങ്ങൾ കൊടുക്കുന്നോ ആ ഡോക്യുമെന്റിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിട്ട് സെയിം ആയിട്ട് മാച്ച് ആകണം. ഇനി ഇവിടെ നമ്മൾ അറ്റാച്ച് ഫയൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ഡോക്യുമെന്റ് റിലേറ്റഡ് ആയിട്ട് മാർക്ക്ഷീറ്റ് കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളൊരു ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കഴിയും. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ ഓപ്ഷൻ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ നമുക്കിവിടെ ഇത്രയും തന്നെ ചെയ്യണമായിരുന്നു. ഇവിടെ നമ്മളെ റെഫറൻസ് നമ്പർ ഇവിടെ ID വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന അക്നോളജ്മെന്റ് നമ്പർ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ കാണുമ്പോൾ നമ്മൾ പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യേണ്ട പ്രോസസ് ഉണ്ട്. വളരെ ഇവിടെ സിമ്പിൾ ആണ്. ഈ പ്രോസസ്സിലൂടെ ചെയ്യുമ്പോൾ നിങ്ങളെ പാൻ കാർഡ് വന്നിട്ട് പെട്ടെന്ന് തന്നെ ജനറേറ്റ് ആയി കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ NSDL അതോ UTI ഫോർമാറ്റിലൂടെ ചെയ്യുകയാണെങ്കിൽ കുറെ ടൈമുകളാകും, കുറെ ആഴ്ചകൾ പിടിക്കും ഇത് ജനറേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്.
ഈ ഒരു പോർട്ടലിൽ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നേരത്തെ നിങ്ങൾ ഇവിടെ പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 to 10 മിനിറ്റ്സിൽ ജനറേറ്റ് ആയി കിട്ടുന്നതാണ്. പക്ഷെങ്കിൽ ഇപ്പം ഗവൺമെന്റ് സൈഡിൽ നിന്ന് മാനുവലി അവർ റിവ്യൂ ചെയ്യുന്നുണ്ടാകും. അതിലൂടെ നിങ്ങൾക്ക് 24 hours നിങ്ങൾക്ക് ജനറേറ്റ് ആയി കിട്ടുന്നതാണ് പാൻ കാർഡ്. അഥവാ നിങ്ങൾ രാത്രി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ പാൻ കാർഡ് ജനറേറ്റ് ആയി കിട്ടുന്നതാണ്. ഇനി ഇതേപോലെ നിങ്ങൾക്ക് പാൻ നമ്പർ കിട്ടുന്നതാണ്. അഥവാ ആർക്കെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ അടയ്ക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിലോ അതേപോലെ ഏതെങ്കിലും കാര്യങ്ങൾ ജോലികൾ ചെയ്യുകയാണെങ്കിൽ ഈ പാൻ കാർഡ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ഒരു ഡോക്യുമെന്റ് പാൻ കാർഡ് വന്നിട്ട് നിങ്ങളെ ഒറിജിനൽ ഫിസിക്കൽ പാൻ കാർഡ് പോലെ വാല്യൂ ആകുന്നതാണ്. ഇവിടെ നമ്മൾ ഇപ്പം പുതിയ പാൻ കാർഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ വീണ്ടും വരുമ്പോൾ ഇനി നമുക്ക് ഇതിനെ ഡൗൺലോഡ് എങ്ങനെ ചെയ്യാൻ അതിന്റെ രീതികൾ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. സോ അതിനുവേണ്ടി നമുക്ക് വീണ്ടും ആ സെയിം പേജിലേക്ക് വരും. അതിനുശേഷം ഇവിടെ ഇൻസ്റ്റന്റ് ഇ പാൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ചെക്ക് സ്റ്റേറ്റസ് ഓർ ഡൗൺലോഡ് ഇ പാൻ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ആധാർ നമ്പർ ഫുൾ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ആധാർ കാർഡിൽ ഏതാണ് മൊബൈൽ നമ്പർ ലിങ്ക് ആണോ ആ മൊബൈൽ നമ്പറിലൂടെ ഒരു OTP പോയിട്ടുണ്ടാകും. വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ OTP നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മളിവിടെ കാണുമ്പോൾ നമ്മളെ പാൻ കാർഡ് വന്നിട്ട് ഇൻ പ്രോസസ് എന്ന് കാണിക്കുന്നു. അപ്പോൾ നിങ്ങളെ പാൻ കാർഡ് വന്നിട്ട് ജനറേറ്റ് ആയിട്ടില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഡോക്യുമെന്റ് വന്നിട്ട് ഫസ്റ്റ് വെരിഫൈ ചെയ്യും. നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ആധാർ കാർഡിലൂടെ ഗവൺമെന്റ് ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും പാൻ കാർഡ് ലിങ്ക് ആയിട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ ആകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ട് സിനാറിയോ എല്ലാം ചേഞ്ച് ആയിരിക്കുകയാണ്. ഇതിനെ ഗവൺമെന്റ് ഫസ്റ്റ് റിവ്യൂ ചെയ്യും. ഇപ്പൊ ഞാൻ 24 hours ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ എന്റെ പാൻ കാർഡ് ഇവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതേപോലെയാണ് നിങ്ങളെ പാൻ കാർഡ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പാൻ നമ്പർ, അതേപോലെ നിങ്ങളെ പേര് ഇവിടെ കാണാൻ പറ്റും. ഇതിനെ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കാൻ പറ്റും. അതേപോലെ ഇതിനെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാനും പറ്റും. ഇത് നിങ്ങളെ ഫിസിക്കൽ പാൻ കാർഡ് വരുന്ന പോലത്തെ വാല്യൂ ആണ് ഇതിലും കിട്ടുന്നത്. എന്താ വെച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇതിനെ പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അവയർനെസ്സിന് ഇപ്പം വളരെ കുറവാണ്. അഥവാ ബാങ്കിന്റെ അകത്ത് ഏതെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുകയാണോ അതോ ഏതെങ്കിലും ഓൺലൈനിലൂടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവിടെ ഫിസിക്കൽ പാൻ കാർഡ് ചോദിക്കുന്നുണ്ടാകും. അവിടെ പറയുന്നുണ്ടാകും നിങ്ങളെ സിഗ്നേച്ചർ അതിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഈ പ്രോസസ്സിലൂടെ നിങ്ങളെ പാൻ കാർഡ് ജനറേറ്റ് ആയി വരും. പക്ഷേ നിങ്ങളെ സിഗ്നേച്ചർ വന്നിട്ട് ഫിസിക്കൽ പാൻ കാർഡിലുള്ള പോലെ ഇതിൽ മെൻഷൻ ആയി കാണിക്കുന്നുണ്ടാവില്ല. ഇതിനുശേഷം അതുകൊണ്ട് നിങ്ങൾക്ക് സിഗ്നേച്ചർ അപ്ഡേറ്റ് ചെയ്യണോ അതോ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പാൻ കാർഡ് ഇവിടെ നിന്ന് ജനറേറ്റ് ആകും. അതേപോലെ ഈ പാൻ നമ്പർ വന്നിട്ട് നിങ്ങൾക്ക് ലൈഫ് ടൈം യൂസ് ആകുന്നതാണ്. അതോ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിലോ അതോ നിങ്ങളെ സിഗ്നേച്ചർ അപ്ഡേറ്റ് ചെയ്യണോ അതോ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും NSDL പോർട്ടലിലൂടെ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നുള്ള പ്രോസസ് എല്ലാം. അഥവാ നിങ്ങൾക്ക് ഇവിടെ കറക്ഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇതിനെ യൂസ് ചെയ്യാനും പറ്റും. ഇതിനുശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ പാൻ കാർഡ് വേണമെങ്കിൽ PVC കാർഡ് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫീസ് വന്നിട്ട് 50 രൂപ പേ ചെയ്യണം. സോ ഇതേപോലെ നിങ്ങൾക്ക് NSDL പോർട്ടലിലൂടെ നിങ്ങളെ പാൻ കാർഡ് ഓർഡർ ചെയ്താൻ പറ്റും. അതേപോലെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. NSDL പോർട്ടലിൽ ഈ ഡാറ്റ പോകാൻ വേണ്ടിയിട്ട് 15 days ആകും. അത്രയും ദിവസം വരെ സമയം എടുക്കും. അഥവാ നിങ്ങൾ പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ സെയിം ഡേ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളെ പാൻ കാർഡിന്റെ ഡാറ്റ വന്നിട്ട് അവിടെ റിഫ്ലക്ട് ആകൂല. എന്താ വെച്ചാൽ ഈ ഒരു പോർട്ടൽ വന്നിട്ട് ഗവൺമെന്റ് ഒരു പോർട്ടലാണ്. അതിനുശേഷം UTI NSDL വന്നിട്ട് സെപ്പറേറ്റ് പോർട്ടലാണ്. അതുകൊണ്ട് ഇവിടെ ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് 15 days വരെ ടൈം എടുക്കും. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ PVC കാർഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടെ ആവശ്യങ്ങൾ കാണും, അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇനി നമുക്ക് ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.